Hi guys, welcome to Veranthara's Malayalam YouTube channel. അപ്പോൾ നമ്മൾ SSCയുടെ അപ്ലൈ ചെയ്യാനാണ്. CGLും MTSും വന്നിട്ടുണ്ട്. നമുക്ക് CGL എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ഒരു 4 മാസം മുമ്പ് ssc.nic.in എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ കയറി പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത്. അത് CHSLന്റെ മുമ്പ് ടൈമിൽ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ OTR രജിസ്ട്രേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ssc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പോകണം. ssc.gov.in. അപ്പം ഇങ്ങനൊരു സൈറ്റ് വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ അപ്ലൈയിൽ MTSും CGLും നമ്മൾ തൽക്കാലം CGLാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ കൊടുക്കുക ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക, ക്യാപ്ച അടിക്കുക, Z ലോഗിൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചായിരുന്നു. അപ്പം നിങ്ങളിവിടെ അപ്ലൈ ഉണ്ടോ, കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവലിൽ അപ്ലൈ കൊടുക്കണം. MTS ഇത് എൻ്റെ ലാസ്റ്റ് ഡേറ്റും കർഷമിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മൈ ആപ്ലിക്കേഷൻസിൽ പോവുക. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം ആദ്യം നോക്കിക്ക് എങ്ങനായാലും അപ്ലൈ ചെയ്താലും മൈ ആപ്ലിക്കേഷൻസിൽ പോയാലും നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റെ പേര്, ഇൻ കേസ് ഞാൻ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഫാദേഴ്സ് നം മുരളീധരൻ B, പിന്നെ മറ്റേ ഇത് ശ്രദ്ധിച്ചോണം B മുരളീധരൻ എന്നാണോ, അല്ലെങ്കിൽ അതിൽ കാര്യമില്ല എങ്കിലും നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ച് എൻഷുർ ഇനിഷ്യൽ ആദ്യമാണോ അവസാനമാണോ എന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പിച്ച് ചെയ്തേക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അപ്പോൾ ഇത് നാച്ചുറലി വരും. നമ്മുടെ ജെൻഡർ, പിന്നെ കാറ്റഗറി, നമുക്ക് ബെഞ്ച് മാർക്ക്, നമ്മൾ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അങ്ങനെ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും കൂടെ. ഓക്കെ, പിന്നെ വിസിബിൾ മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ എൻ്റെ കേസിലാണ് ഫോർഹെഡിൽ ഒരു മോളുണ്ട്, ബ്ലാക്ക് മോൾ ഓൺ ദ ഫോർഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് പല നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ മതി, അതിനകത്ത് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ റിമാർക്സ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം ഇവിടെ എൻ്റർ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ ഏത് CBSE ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അങ്ങനെ, ഏത് വർഷം പാസ്സായി, പിന്നെ സ്റ്റേറ്റുകാരാണെങ്കിൽ CBSE നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ പാസിംഗ് ഇയറും, പിന്നെ ഏത് സെൻട്രൽ ബോർഡ് ഓഫ് CBSE ആണെങ്കിൽ CBSE അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് കാണുമേ. ഓക്കെ, അപ്പം പിൻകോഡ് അടിക്കുക, ഫർദർ കറസ്പോണ്ടൻസ് അഡ്രസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്കിപ്പം CHSLൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, 4 ഡേയ്സിന് മുമ്പ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ്. ആ മെസ്സേജ് വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന നമ്പറിലായിരിക്കുമേ. പിന്നെ നെക്സ്റ്റ് സേവ്. ഓക്കെ, ഇനിയും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ PG ആണെങ്കിൽ അങ്ങനെ, ഗ്രാജുവേഷൻ ആണെങ്കിൽ അങ്ങനെ. ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേഷൻ ആണ്, അത് പാസ്ഡ് ആണോ കറൻ്റ്ലി അപ്പിയർഡ് ആണോ എന്ന് വെച്ചാൽ കൊടുക്കണം. അത് പാസ്ഡ് തന്നെ കൊടുക്കണം. CGL അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്രാജുവേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാസിംഗ് ഇയർ കൊടുക്കണം. ആൻഡ് യൂണിവേഴ്സിറ്റി ഏതാണ്, കേരള യൂണിവേഴ്സിറ്റി ആണോ, അത് ആദ്യം കേരള കൊടുക്കുക. എന്നിട്ട് അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, മറ്റേ BTech പഠിച്ചവർക്കാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കാണും. അതല്ലാത്തവർ നിങ്ങളുടെ കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ CGPA, ഒന്നെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA. അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു, കാരണം CGPA ടു പെർസെൻറ്റേജ് കൺവേർഷൻ ഒക്കെ ചെയ്യണം. അതിനേക്കാൾ നല്ലത് എൻ്റെ BTech സർട്ടിഫിക്കറ്റിൽ എനിക്ക് 7.23 സംതിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് CGPA എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 7.23 പെർസെൻറ്റേജ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അതിനേക്കാൾ നല്ലത് സർട്ടിഫിക്കറ്റിൽ ഡയറക്റ്റ് CGPA ആണെങ്കിൽ അത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, പിന്നെ ഇത് യെസ് കൊടുത്ത് നിങ്ങളുടെ, അതായത് നമ്മുടെ തൊഴിൽ മന്ത്രാലയം ഉണ്ടല്ലോ എംപ്ലോയ്മെൻറ്റിൻ്റെ, അപ്പോൾ അവർക്ക് ഇതുപോലെ ഓരോ ഇപ്പം നമ്മൾ ഓരോ സ്കീംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ, ഓക്കെ, സ്കീമിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ജോലികൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനത്തെ ഗവൺമെൻറ്റിന് അവൈലബിൾ ആക്കണോ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയാൽ സെപ്പറേറ്റ്, അതായത് ഡയറക്റ്റ് ഈ പരീക്ഷകളല്ലാത്ത ചില ഗവൺമെൻറ്റിൽ ജോലി കിട്ടാനുള്ള ഒഴിവുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസ് വരാൻ നേരം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ, ചിലപ്പോൾ നിങ്ങൾ ചെറിയ ഡിപ്ലോമ കോഴ്സ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ BTech ആണെങ്കിൽ ആ ഒരു ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിന് ആവശ്യമുള്ള വർക്ക്സ് കാണും, ടെമ്പററി ആയിട്ടും ചിലത് പെർമനൻ്റ് ആയിട്ടും. അപ്പോൾ അത് വൺസ് ഇൻ എ വൈൽ വരുമായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അപ്പോൾ ആ ടൈമിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ തൊഴിൽ മന്ത്രാലയത്തിന് നൽകണോ എന്നുള്ളതാണ് ചോദ്യം. അത് യെസ്, വേണ്ടവർക്ക് യെസ് കൊടുക്കാം. ഞാൻ യെസ് കൊടുത്തിട്ടാണ് വെച്ചത്. നോ എങ്കിൽ നോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം.
ഓക്കെ, സേവ്ഡ് സക്സസ്ഫുള്ളി. പിന്നെ വേണ്ടത് എക്സാം സെൻറ്റർ ആണ്. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ എക്സാം പ്രിഫറൻസ് ഞാൻ ഏതാ ഫസ്റ്റ് കൊടുക്കുന്നത്, ഇവിടെ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം താല്പര്യമുള്ളവർ ട്രിവാൻഡ്രം കൊടുക്കുക. ഓക്കെ, ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം. പിന്നെ കൊല്ലം, കോട്ടയം. നിങ്ങൾക്ക് അതായത് അതിനനുസരിച്ചുള്ള നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടണം എന്നില്ല. കാരണം കോട്ടയം കിട്ടിയ ആൾക്കാരുണ്ട് തിരുവനന്തപുരം കൊടുത്തിട്ടെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുക. ആൻഡ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് 40% മണ്ടയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വേണ്ട. ഇനിയും ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നോ. സ്ക്രൈബ് വേണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാർക്ക് ഫിസിക്കലി നിങ്ങളുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിനെ കൊണ്ടുപോകാൻ പറ്റും. അത് വേണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ. പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. അതിന് SSC CGL മെയിൻസിന് 2 പരീക്ഷ, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതിൽ പേപ്പർ 2 കഴിഞ്ഞാൽ പേപ്പർ 3 പിന്നെ 4 എന്ന് പറഞ്ഞ 2 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി പേപ്പർ 3 എഴുതി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ നമുക്ക് ആവാൻ പറ്റുന്നത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ MCQs ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഡിഗ്രിയിൽ. ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ ഇല്ല, നോ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഉണ്ട്. ഇതിനും അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ നോ. ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഇനിയും നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ലൈവ് ഫോട്ടോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്യാപ്ചർ ലൈവ് ഒന്നെങ്കിൽ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ലാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാപ്പ് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിൽക്കാൻ നേരം ബാക്കിൽ വേറൊന്നും കാണാൻ പാടില്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. എന്നിട്ട് നേരെ നിന്നിട്ട് ഒന്നെങ്കിൽ ലാപ്പിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ലൈവ് ഫോട്ടോ, ലാപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മൈ SSC എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കണം. ആൻഡ് പാസ്വേഡ് അടിച്ചു കൊടുക്കും. ഓൾറെഡി അത് SSCയുടെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആപ്പാണ്. അത് എൻ്റർ ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്ത് QR കോഡ് സ്കാൻ ചെയ്യാനൊരു ഓപ്ഷൻ വരും. എന്നിട്ട് ഫോൺ നേരെ ഇതിനോട് കാണിച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓണായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ പിടിച്ചിട്ട് അത്യാവശ്യം ഒത്തിരി അടുത്തായി പോരുത്, ഒത്തിരി ദൂരെ ആയി പോരുത്. അങ്ങനെയാണ് ബ്ലർഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ ടു ക്ലോസ് എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിന് മണ്ടയിലോട്ട് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട്. സ്പെക്സ് വെക്കാൻ പാടില്ല, ഗോഗിൾസോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിക്കുമായിരിക്കണം, വൈറ്റ് ആയിരിക്കണം. ആൻഡ് ഫോർമലി ഒരു ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ആ ഫോണിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് ഇതിനകത്ത് ആയിക്കോളും. ഓക്കെ, അപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിലപ്പം ഫോട്ടോ അപ്ലോഡ് ആയെന്ന് കാണിച്ചേക്കില്ല. ബട്ട് നിങ്ങളുടെ ഫോണിനകത്ത് സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. അത് മതി. നിങ്ങൾ ഈ പേജ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ലോഗൗട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കാൻ നേരം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഫോട്ടോ വന്ന് കിടക്കുന്നതായിരിക്കും. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിച്ചോണം. ഇവിടെ ക്രോമിൽ പോയിട്ടേ ഫോംസ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ഫോംസ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പിൽ ഫോട്ടോ എഡിറ്റർ എന്ന് അടിക്കുക. അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് അതിനകത്ത് അതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അത് പോയി വാച്ച് ചെയ്യുക. അതിനകത്ത് കറക്റ്റ് 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും 300 DPI അതിനകത്ത് ആക്കിക്കണം. ആൻഡ് 10 to 20 KB JPG ഫയലാണ് വേണ്ടത്. അത് നിങ്ങൾ 19 സംതിങ് അടിച്ചാൽ മതി. എന്നിട്ട് ഫോട്ടോ, എന്നിട്ട് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം സ്ക്രീനിൽ കാണാൻ നേരം കുറച്ച് ഹാർഷായിട്ട് കാണുന്നുള്ളെങ്കിലും നിങ്ങൾ സൂം ചെയ്ത് നമ്മൾ ആ ഷോർട്സ് മസ്റ്റായിട്ടും പോയി കണ്ടോണേ. കാരണം സിഗ്നേച്ചർ കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എങ്കിലും കണ്ട സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി, ഇല്ലെങ്കിൽ റെഡ് ഇങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. സേവ് ആൻഡ് നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ മൈ SSC എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ പാസ്വേഡും കൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മൈ SSC ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഏതർ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പിൽ നിന്ന് ഡയറക്റ്റ് വെബ് ക്യാം ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിനകത്ത് തന്നെ അപ്ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, എന്നിട്ട് ഫർദർ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ ഓൾറെഡി നമ്മൾ ചെയ്ത് വെക്കണം.
അതായത് ഒന്നെങ്കിൽ മൈ SSC എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ SSCയുടെ രജിസ്റ്റർ നമ്പർ, പിന്നെ പാസ്വേഡ്, പിന്നെ ക്യാപ്ച ഉണ്ടെങ്കിൽ അതും അടിച്ചു കയറാൻ നേരം നമുക്ക് QR കോഡ് സ്കാനർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ QR കോഡ് സ്കാനർ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓണായിട്ട് വരുന്നത്. ഏകദേശം ഈ ഒരു അകലത്തിൽ വെച്ചിട്ട് ഒത്തിരി അടുത്തായി പോയാൽ എടുക്കുന്ന ഫോട്ടോ ടു ക്ലോസ് എന്ന് പറഞ്ഞ് കാണിക്കും, അനങ്ങിക്കഴിഞ്ഞ ബ്ലേഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം പുറത്തൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നല്ലൊരു എഴുത്തും കാര്യങ്ങളൊന്നും പറ്റില്ല, നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നോക്കി, ഗോഗിൾസോ കണ്ണാടിയോ ഒന്നും വെക്കല്ല, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഫോണിനകത്ത് അപ്ലോഡ് എന്ന് കാണിച്ചാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നില്ലെങ്കിലും നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡഡ് ആയി കാണും കേട്ടോ. ഇതിനകത്ത് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചാൽ ഓക്കെ ആണ്. എന്നിട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ലാപ്പാണ് അതിൻ്റെ വെബ് ക്യാമിൽ നിന്ന് എടുത്താലും മതി. ഇനിയും അപ്ലോഡ് സിഗ്നേച്ചർ. ഓക്കെ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡൈമെൻഷൻസ് 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം. സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആണെങ്കിൽ ഇവിടെ ഫോട്ടോയും വരും, സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നല്ലൊരു ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് സൂം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കാണണം. 300 dpi സെറ്റ് ചെയ്ത് നമ്മളൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഫോംസ് ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ്, ഇപ്പുറത്ത് പോയി നമ്മൾ സെർച്ച് ചെയ്യുക, ന്യൂ ടാബ് ഓപ്പൺ ആക്കി സെർച്ച് ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ ഫോണിനകത്ത് എടുത്ത് വെച്ചിട്ട് വൈറ്റ് ഷീറ്റിനകത്ത് ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക. കറക്റ്റ് 6 സെൻറ്റിമീറ്റർ ആക്കുക, 6 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്. എന്നിട്ട് 300 dpi സെറ്റ് ചെയ്തോണം. എന്നിട്ട് 19 KB അടിച്ചിട്ട് നേരെ കിട്ടാൻ നേരം നമുക്ക് ഡയറക്റ്റ് കിട്ടും, ഒരു പാടും ഇല്ലാത്ത സിഗ്നേച്ചർ കിട്ടും. ആൻഡ് ഫർദർ പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഫോട്ടോ സക്സസ്ഫുള്ളി ആയി. ഇനി നമ്മുടെ പ്രിവ്യൂ ആണ് വരുന്നത്. നമ്മൾ ഇത്രയും ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ഇത് വ്യക്തമായിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, കറക്ഷൻ വിൻഡോ വരുമെങ്കിലും നമ്മൾ അത്രയും കംപ്ലൈസൻ്റ് ആയിട്ട് ഇരിക്കല്. ഓക്കെ, ലാസ്റ്റ് ഫോട്ടോ ഇത് ക്ലിയർ ആണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ആകും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ നേരം. പിന്നെ എന്ത് വരും, പിന്നെ ആ ടൈമിൽ ചിലപ്പം ചെയ്തിട്ട് ഈ സെയിം ഫോട്ടോ നിങ്ങൾ കെയർലെസ് ആയിട്ട് അപ്ലൈ ചെയ്യല്. സിഗ്നേച്ചറിൻ്റെ ക്ലാരിറ്റി നോക്കിക്കോണം. സേവ് ആൻഡ് നെക്സ്റ്റ്. പിന്നെ ഡിക്ലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഡിക്ലറേഷൻ ആണ്. അപ്പം ശ്രദ്ധിച്ച് വായിക്കുക. ഐ അഗ്രി കൊടുക്കുക ആൻഡ് ക്യാപ്ച അടിക്കുക. XTY XQ XTY XQ. സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഇനി വരുന്നത് ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി, കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ്. അപ്പം നമ്മൾ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ പേ ചെയ്യാൻ നേരം നിങ്ങൾക്ക് പല ഓപ്ഷൻസ് വരും. നെറ്റ് ബാങ്കിങ്, അതിൽ UPI കൊടുത്താൽ മതി. നിങ്ങൾക്ക് GPay ഫോൺ പേ ഒക്കെ ആണുള്ളെങ്കിൽ UPI കൊടുക്കുക. ഓക്കെ, UPI കൊടുത്തിട്ട് നിങ്ങൾക്ക് QR കോഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ QR കോഡ് വരും. നിങ്ങളുടെ GPay ഓൺ ആക്കിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇത് കറങ്ങി സക്സസ്ഫുള്ളി ഡൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റിൽ വലിയ ഡിലേ കാണത്തില്ല. പിന്നെ ട്രാൻസാക്ഷൻ, അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കേസ് ഡിക്ലൈൻ ആയിക്കഴിഞ്ഞാൽ 2-3 മിനിറ്റ് വരെ ആയിരിക്കും സമയമുള്ളത്. അതിനകം വലിയ തടസ്സമില്ലാതെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. QR കോഡ് വഴി സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് രജിസ്ട്രേഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നേരവും പിന്നെ നമ്മുടെ ഈ അപ്ലോഡ് ചെയ്യുന്ന സിഗ്നേച്ചറും ഫോട്ടോയും മാത്രമേ കുറച്ച് കുഴപ്പിക്കുന്നതായിട്ടുള്ളൂ. അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ നേരം നല്ലൊരു വൈറ്റ് ഷീറ്റിൽ ഒപ്പിടുക. അത് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം. ആൻഡ് ഫോംസ് ഫോട്ടോ എഡിറ്റർ ആപ്പ് അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം അതായത് പിന്നെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ OBC SC/ST ആൾക്കാർ നിങ്ങളുടെ ഇതുണ്ടല്ലോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് മറ്റേ ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് OBC മറ്റേ ക്രോൺ ക്രീമി ലെയർ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഇപ്പം തന്നെ ചെയ്ത് വെച്ചേക്കണം. രജിസ്ട്രേഷൻ നിങ്ങൾ OBC ആണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, കാരണം ക്രാക്ക് ചെയ്യാൻ പറ്റും, URL നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയ, പക്ഷേ നിങ്ങൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ആയി പോകത്തുള്ളൂ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അതും കൂടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ SSC CGL എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.